മനുവിനെ അടിപൊളി നോക്കും. ഇന്നലെ വരെ അവനും കുഴപ്പമില്ലാലും ഏത് സ്ക്രൂ ആണ് ലൂസായെന്ന് വിചാരിക്കും അല്ലേ? ശരിയല്ലേ? അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ വാങ്ങുന്നവനോ വാങ്ങിപ്പിക്കുന്നവനോ യാതൊരു നേട്ടമില്ല. പക്ഷെ ഇവിടെ നോക്കി, വാങ്ങുന്നവർക്കും ലാഭം, വാങ്ങിക്കുന്നവർക്കും ലാഭം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലാഭം ഇല്ല, പിന്നെ ഒന്നുമില്ല, അവസാനിച്ചു. പക്ഷെ RCMന്റെ ഷോപ്പ് ഇവിടെ നിന്ന് വാങ്ങാതെ നിങ്ങൾ RCMന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലോ? ഒരു 20% വില കുറവല്ലേ നമ്മുടെ? ഇപ്പോൾ ഗ്രേഡ് 1 ഷോപ്പിന് 80 രൂപ മാർക്കറ്റിൽ ഇവിടെ 50 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര ശതമാനം വ്യത്യാസമുണ്ട്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 5000ന്റെ 50% 4500 നമുക്കിവിടെ വരുള്ളൂ. 4500. ഇപ്പൊ മനു 6 മാസം മേടിക്കുമ്പോൾ 27,000 രൂപ വരുന്നുള്ളൂ അല്ലേ? എത്രയാണ്? 3000 രൂപ മനുവിന് ലാഭം കിട്ടും. അത് നല്ലതാണോ ചീത്തയാണോ? കിട്ടണമെങ്കിൽ വേണ്ടെന്ന് പറയോ? എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയോ? പക്ഷെ നമുക്ക് കിട്ടാൻ വഴിയില്ല. പക്ഷെ RCMൽ കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? RCMന്റെ ഉൽപ്പന്നം മേടിക്കുക. ഇനി നിങ്ങളൊരു പെർമനന്റ് ID, ഇനി പറയാ പ്രിവിലേജ് കാർഡ് എന്ന് പറയാം. പ്രിവിലേജ് കാർഡ് നിങ്ങൾ RCMന്റെ രജിസ്ട്രേർഡ് ഉപഭോക്താവായിട്ട് മാറുകയാണെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പൊ രജിസ്ട്രേർഡ് ഉപഭോക്താവായിട്ട് മാറിയാലോ വീണ്ടും വില കുറഞ്ഞു. ഇതേ ഉൽപ്പന്നം, അതായത് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ 150 രൂപ, അതായത് ഡെറ്റോളിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് 150 രൂപത്തോളം വരും. ഇതിന് 125 രൂപയുള്ളൂ അല്ലെ? എത്ര ശതമാനം വില കുറവ്? ഡിസ്കൗണ്ട് കാർഡ് എടുത്താലോ ഇതിന്റെ എത്രയാ? 102. 102 രൂപയ്ക്ക് കിട്ടി. അപ്പൊ വീണ്ടും വില കുറഞ്ഞില്ലേ? അപ്പോൾ ആ വില കുറവെന്ന് പറയുന്നത് വീണ്ടും ഒരു 4000 രൂപ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. എത്ര? 4000 രൂപ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ എത്രേ? 24,000. വീണ്ടും 3000 ലാഭമായോ ഡിസ്കൗണ്ട് കാർഡ് എടുത്തപ്പോ? ഹലോ, ഇപ്പൊ മനു ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് വാങ്ങുന്നതാണോ നല്ലത് അല്ലാത്തതാണോ? ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാർഡ് പ്രൊഡക്റ്റ് എന്തായാലും വേണ്ടേ? ഇനി ഡിസ്കൗണ്ട് കാർഡ് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത്. എൻ്റെ നമ്പർ കൊണ്ടുപോകണം, എന്നിട്ട് അതിൽ പർച്ചേസ് ചെയ്തോ. ഹലോ, എൻ്റെ നമ്പർ 30129115. ഏത് RCMന്റെ ഷോപ്പിൽ പോയിട്ടും നിങ്ങൾ എൻ്റെ നമ്പറിൽ നല്ല പർച്ചേസ് ചെയ്തോ. ഇഷ്ടം പോലെ 10,000ൻ്റെയോ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കേ, എൻ്റെ നമ്പർ ഞാൻ തരാം. അതാണോ ഇഷ്ടം? അപ്പൊ എന്ത് ചെയ്യും? 6 മാസം കഴിയുമ്പോൾ എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഹലോ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ആൾ എനിക്ക് ID വേണ്ട, ഞാൻ നിർബന്ധിക്കാറില്ല. വേണ്ട, എന്നാ ഈ നമ്പർ കൊണ്ടോ, പ്രൊഡക്റ്റ് വേണം, ഇത് കൊണ്ടോ. ഞാൻ പറയാം, നിങ്ങൾ പോയിട്ട് വലിയ ഇതൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നമ്പറിൽ ഇത് വാങ്ങുകയാണെങ്കിലോ ഒരെണ്ണത്തിന് തന്നെ 2000 എത്രയാ PV? 2100 PV അല്ലേ? ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ ജെൻസി മാഡം ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കേട്ടോ. മുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞ ഒരാൾക്ക് പോലും മുട്ട് മാറ്റി വെക്കാതെ നമുക്ക് ന്യൂട്രിചാർജ് BJ ഒരു നല്ല കൈഡി കൊടുക്കാം ഇതിനു വേണ്ടി. അപ്പോ സ്വന്തമായിട്ട് നമ്പർ എടുത്ത് മേടിക്കുന്നതാണോ ലാഭം അല്ലാത്താണോ? മനു, അത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോ വീണ്ടും 6000 രൂപ ലാഭമായി. 6 മാസം കൊണ്ട് 6000. ഒന്നും ചെയ്തില്ല, കടയൊന്നും മാറി, ബ്രാൻഡൊന്നും മാറി, തീർന്നിട്ടില്ല. ഇപ്പൊ കമ്പനിയുടെ സ്ഥിരം കസ്റ്റമറായി നമ്മൾ അല്ലേ? നിങ്ങൾ ഡിസ്കൗണ്ട് കാർഡ് എടുത്താലുള്ള ഗുണം, നിങ്ങൾക്ക് RCMന്റെ ഏത് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഇന്ന ഷോപ്പിൽ ഞാൻ നമ്പർ എടുത്തു, ആ ഷോപ്പിൽ നിന്ന് മാത്രമേ വാങ്ങാം, അങ്ങനെയില്ല. ഇന്ത്യയിൽ 15,000 ഷോപ്പുകളുണ്ട്. ഈ 15,000 ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ആരെങ്കിലും ഡൽഹിയിലുണ്ട്, നിങ്ങളുടെ ആരെങ്കിലും ബോംബെയിലുണ്ട്, നിങ്ങളുടെ ആരെങ്കിലും തൃശ്ശൂർ, ഞങ്ങളുടെ ചാലക്കുടിയിലുണ്ട്, അവരോട് പറയാം, ഈ നമ്പറിൽ ഇന്ന ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താൽ ഇത്ര കാശ് വില കുറവിന് കിട്ടും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ PV കൂടും, അവർക്ക് വില കുറവ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഏകദേശം 2500 PV എന്താണ്? 2500 PV ജനറേറ്റ് ആവും.
6 മാസം കഴിയുമ്പോൾ മനു എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നു? RCMന്റെ ഷോപ്പിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വിഷം വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം RCMന്റെ ഉപഭോക്താവായിട്ട് മാറുന്നു. നമ്മൾ സത്യസന്ധരായ വിശ്വസ്ത ഉപഭോക്താവാണെന്ന് കമ്പനി നമ്മളെ മനസ്സിലാക്കും. എല്ലാ മാസം ഇടയ്ക്ക് വിട്ടുപോയാലോ? ഒരു മാസം വിട്ടു അപ്പോഴോ കമ്പനി തരോ? ഫ്രീ പ്രൊഡക്റ്റ് തരോ? നോ. എല്ലാ മാസവും നമ്മൾ വാങ്ങാം. അപ്പോൾ എന്ത് ചെയ്യും? 6 മാസം കഴിയുമ്പോൾ മനു പ്രൊഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ആ കടക്കാരൻ പറയും, മനു ബില്ലടിക്കാൻ നേരത്ത് 2500 ഒരു പ്രൊഡക്റ്റ് ഫ്രീ വന്നിട്ടുണ്ടല്ലോ മനു. ഹലോ, മനോട് എന്ത് പറയും? മനു 2500 ഒരു പ്രൊഡക്റ്റ് ഫ്രീ വന്നിട്ടുണ്ടല്ലോ. അത് കേൾക്കുമ്പോഴേക്കും മനുവിന് വിഷമാവോ സന്തോഷമാവോ? അയ്യോ എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് വന്ന് കരയോ? അത് ചിരിക്കോ? അടിപൊളി, ഇത് കുഴപ്പമില്ലല്ലോ, ശരിയല്ലേ? ആദ്യമായിട്ട് വന്ന ആളുകൾക്ക് സന്തോഷം തോന്നോ ദുഃഖം തോന്നോ? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ. ഇപ്പൊ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി എത്ര പേരുണ്ട്? ഒന്ന് കൈവയ്ക്കേ. മാഡം എത്ര കിട്ടി ഫ്രീ പ്രൊഡക്റ്റ്? 1500. സന്തോഷം തോന്നി ദുഃഖം തോന്നിയ? അടിപൊളി. ഇന്ന് വരെ വീട്ടിലേക്ക് മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും സോപ്പും ആട്ടിയും ഓയിലും ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ഫ്രീ പ്രൊഡക്റ്റ് തന്നുണ്ടോ ചേട്ടാ? തന്നുണ്ടോ? കുറെ ആയില്ലേ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്? ആരെങ്കിലും തന്നുണ്ടോ? ഞാൻ തരാൻ പോണ്ടോ? തരാൻ പോകുന്നുണ്ട്. അതിന്റെ പേരാണ് RCM. എന്താണ്? ഒന്നോർക്കെ പറയൂ. ഞാൻ കേട്ടില്ല, ചെവി പതാണ്. RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിതരണ രീതി. ഇത് ശരിയായത് കൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് മാന്യത കൊടുക്കുന്നത്, ഉപഭോക്താക്കൾക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ TCGക്ക് നല്ലൊരു നന്ദി സൂചകമായിട്ട് ഒരു അടിപൊളി കൈയടി കൊടുക്കണ്ടേ TCGക്ക്? അപ്പോ ഇതിന് ശരിക്ക് നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥ മൂർത്തി സാറ് പറയും, ഫ്രീ പ്രൊഡക്റ്റ് എന്ന് പറയരുത്. ഇത് ഫ്രീ പ്രൊഡക്റ്റ് അല്ല. എന്താണ് ഫ്രീ പ്രൊഡക്റ്റ്? സർക്കാർ എല്ലാ മാസം ഈ മാസം 2 കിലോ അരി എല്ലാവർക്കും ഫ്രീ. അതായിരിക്ക ആ പഞ്ചായത്തിൽ എല്ലാവർക്കും കിട്ടും, അല്ലേ? കേരളത്തിൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ വഴിപോക്കന്മാർക്ക് കിട്ടോ ഈ ഫ്രീ? നമ്മൾ എല്ലാ മാസം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? അപ്പോ കമ്പനിയുടെ വിശ്വസ്ത ഉപഭോക്താക്കൾക്ക്, കമ്പനിയുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് കമ്പനി കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണ് ഈ ഗിഫ്റ്റ് പ്രൊഡക്റ്റ്. ഇത് ഫ്രീ പ്രൊഡക്റ്റ് അല്ല, ഇത് ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ആണ്, അല്ലേ? നമ്മൾ വാങ്ങിച്ചത് കൊണ്ടാണ് നമുക്ക് കിട്ടിയത്, വാങ്ങിക്കാത്ത ഒരാൾക്ക് കിട്ടോ? അപ്പൊ എത്ര പേർക്ക് ഈ ഫ്രീ പ്രൊഡക്റ്റ് ഇനി 6 മാസം കഴിയുമ്പോൾ വേണമെന്ന് ആഗ്രഹമുണ്ട്? യെസ് സാർ. പുതിയതായിട്ട് വന്നവർ പറയും, സാർ എനിക്കും ഫ്രീ പ്രൊഡക്റ്റ് വേണം. ഒന്ന് കൈപോക്കി നോക്കട്ടെ. ആദ്യമായിട്ട് വന്നവര് വേണോ? ഫ്രീ പ്രൊഡക്റ്റ് വേണോ? എന്ത് ചെയ്യണം? ഇന്ന് തന്നെ നിങ്ങൾ ആരാണോ കൊണ്ട് കൊണ്ടുവന്നത്, ഇനി അവര് പറയാനായിട്ട് അവരായിരുന്നു ഈ ഫ്രീ പ്രൊഡക്റ്റ് അവർക്കല്ല കിട്ടാ, നിങ്ങൾക്ക് കിട്ടാ. ഇനി അവരുടെ ഐഡിയിൽ നിങ്ങൾ മേടിച്ചാൽ അവർക്ക് കിട്ടും, അവരുടെ ഐഡിയിൽ നിങ്ങൾ വാങ്ങിച്ചാൽ അവർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ സ്വയമായിട്ട് ഒരു ഐഡി എടുത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരോട് പറയണം, അവരിനി ഇങ്ങോട്ട് പറയാനായിട്ട് വരരുത്, ഇന്ന് തന്നെ എനിക്ക് ID തരൂ, ഇന്ന് തന്നെ എനിക്ക് ഡിസ്കൗണ്ട് കാർഡ് തരൂ. വേണമെന്നുണ്ടപ്പോ? ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് എനിക്കൊരു ഡിസ്കൗണ്ട് കാർഡ് വേണമെന്ന്? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഒന്ന് കൈപോക്കിയാൽ നോക്കട്ടെ. പുതിയതായിട്ട്